അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും എല്ലാവരും പ്രകടിപ്പിച്ചതായ എല്ലാ വികാരങ്ങളോടും പൂർണ്ണമായി മനസ്സിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ അർദ്ധരാത്രിയിൽ 1:30 മണിയോടനുബന്ധിച്ച് അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലിലും അതിനെ തുടർന്നുണ്ടായ 2 ഡാം ദുരന്തം പോലെയുള്ളതായ അനുബന്ധ ദുരന്തങ്ങളും എല്ലാം ചേർത്ത് മുണ്ടകയിലും ചൂരൽമലയിലുമുണ്ടായ ഒരു മഹാദുരന്തം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. സർ, ഇപ്പോഴും 50ഓളം ആളുകൾ ഇപ്പോഴും അവിടെ ഇനിയും നമുക്ക് വീണ്ടെടുക്കാനുണ്ട്. അവിടെ നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഈ ദുരന്തം പോലെ ഉണ്ടായിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ ശേഷിപ്പായി പ്രകൃതിയുടെ ദുരന്തങ്ങളും സാമൂഹ്യ ദുരന്തങ്ങളും എല്ലാം ഇഴചേർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇന്ന് നാം അനുഭവിക്കുന്നത് കടുത്ത രീതിയിലുള്ളതായ പ്രയാസകരമായ സാഹചര്യമാണ്. അതിനെ നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തേണ്ടതുണ്ട്. സർ, മുൻകരുതൽ നടപടികളെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നടത്തി. ഇനിയൊരു ദുരന്തം ഇതുപോലെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടതായ സാഹചര്യം മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം ഇനിയൊരു ദുരന്തം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നടപടികളാണ്. അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പ് അതിന് മുമ്പായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അലാറം കൊടുക്കലും, ഒരു ടൊർണാഡോയുണ്ടാകുമ്പോൾ അതിനു മുമ്പായിട്ടുള്ള മുൻകരുതൽ കൊടുക്കലും, അതുപോലെ കടുത്തതായിരിക്കുന്ന മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ മുൻകരുതൽ കൊടുക്കലും, ഇതെല്ലാം തന്നെ ലോകത്ത് ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് എല്ലാം ലഭ്യമാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സമ്പൂർണ്ണമായി സ്വീകരിച്ച് നമ്മുടെ നാടിനെ കാക്കാനുള്ളതായ ഏറ്റവും വലിയ മുൻകരുതൽ നടപടികളിലേക്കുള്ള വെളിച്ചമെത്തിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ദുരന്തം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സൂചന. സർ, ഞാനൊരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് സമയമെടുക്കുന്നില്ല, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, അവിടെ ഉണ്ടായിട്ടുള്ള മെൻ്റൽ ട്രോമ, ഒരു കുട്ടി അവിടെ 30-ലധികം വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. അതിൽ 5 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നിരവധിയായിട്ടുള്ള മെൻ്റൽ ട്രോമ, സൈക്കോ തെറാപ്പി അടക്കം നടത്തി ഇപ്പോഴും മോചിതമാകാതെ മുന്നോട്ട് പോകുന്ന ഗൗരവതരമായിട്ടുള്ള സാഹചര്യമുണ്ട്. DNA ടെസ്റ്റ് നടത്തി ഓരോ ഫലങ്ങൾ ഇപ്പം പുറത്തു വരുമ്പോൾ ആ ഫലങ്ങൾക്കനുസരിച്ച് ബോഡികൾ ഓരോ ഇടത്തു നിന്ന് മാറ്റുകയാണ്. നാളെ ജോണിയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ നിന്ന് ചൂരൽമലയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് പൊതുശ്മശാനത്തിൽ നിന്ന് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പൊതുശ്മശാനത്തിലേക്ക് മാറ്റുന്നത്, ഖബർസ്ഥാനിൽ നിന്ന് പൊതുശ്മശാനത്തിലേക്ക് മാറ്റുന്നത്, പരസ്പരം ഐക്യത്തോടുകൂടി ഒരു ജനത ഇപ്പോഴും ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തോരാത്ത വേദനയിലും പ്രയാസങ്ങളിലും അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് തേടാൻ ആഗ്രഹിക്കുന്നതായ വയനാട്ടിലെ ജനതയെ ചേർത്ത് നിർത്തി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ദുരന്തത്തിൻ്റെ ഒരു ചെറിയതായിരിക്കുന്ന വൈഷമ്യം പോലുമില്ലാതെ ബാക്കിയായ മുഴുവൻ ആളുകളെയും ജീവിതത്തിൽ പകച്ചു നിൽക്കാതെ സമ്പൂർണ്ണമായി അവരെ ചേർത്ത് നിർത്തി പുനരധിവാസ പ്രവർത്തനം, അത് പുനരധിവാസം സ്ട്രക്ചറൽ ആവാതെ അവരുടെ സാമൂഹ്യ വികാസവും അവരുടെ സാമ്പത്തിക വികാസവും അവരുടെ സാംസ്കാരിക വികാസവും വിദ്യാഭ്യാസ ആരോഗ്യ വികാസ പ്രവർത്തനവുമാണ് പുനരധിവാസം എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണതോതിലുള്ള സമ്പൂർണ്ണ പുനരധിവാസത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ഒരുമിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതുകൂടെ പ്രത്യേകം പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുണ്ടകയിൽ വെച്ചായിരുന്നു സർ. ആ മുണ്ടകയിൽ ഇന്നിപ്പോൾ നിരവധി ആളുകളില്ല, ആ സ്ഥലങ്ങളില്ല. നമ്മളൊക്കെ വന്നതും ചേർന്ന് വന്നതുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. തീർച്ചയായും എല്ലാവരും വന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാർ വന്നു, പ്രതിപക്ഷ നേതാവ് വന്നു, പ്രതിപക്ഷ ഉപനേതാവ് വന്നു, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വന്നു, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു, KC വേണുഗോപാൽ അടക്കമുള്ള നിരവധിയായ നേതൃത്വം എല്ലാവരും വന്നു. ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്നതായ ആളുകളുടെ അതേ മനോവേദനയും വേദനയും വയനാട്ടിലുള്ള ആളുകൾക്കുമുണ്ട് എന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തോട് ഒരു വരി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് നമ്മിൽ നിന്നും അകന്നുപോയ, കാണാമറയത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ പ്രകൃതി ദുരന്തം എടുത്തുകൊണ്ടുപോയതായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുടെ തീരാ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം.